അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ ഇതുവരെ നമ്മൾ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. ഇതുവരെ നമ്മൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഒന്നിച്ച് പഠിച്ചു വരാം. കേരള ബോർഡ് അസിസ്റ്റൻറ്റ് കോർപ്പറേഷൻ്റെ പരീക്ഷയും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് SCRTയുടെ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സ് മുഴുവനായി നല്ല താളം പോലെ പഠിച്ചിരിക്കണം. നല്ല അത് പഠിച്ചതിന് ശേഷം നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണം. ഓരോ ദിവസം ഒരെണ്ണമെങ്കിലും PYQ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണം. അത് നല്ല പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല മനസ്സിലാക്കാനും പറ്റും. നമുക്ക് ഒരു PSC എക്സാം നമ്മൾ എങ്ങനെയാണോ നേരിട്ട് എഴുതുന്നത് അത് അറ്റൻഡ് ചെയ്ത ഒരു ഫീലും അതിന് വേണ്ടിയിട്ട് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ഓരോ ദിവസത്തെ അവരുടെ കറണ്ട് അഫയേഴ്സ് അത് നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പത്രവും നന്നായിട്ട് വായിച്ചിരിക്കണം. ഇത് ഇത്രയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നമ്മളുടെ പേര് ഉറപ്പായിട്ട് നമുക്ക് വരുത്താൻ പറ്റും. സമയം ഒരു ഇതിലും കളയാതെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഞാൻ ഇട്ടിട്ടുള്ള ടൈം ടേബിൾ ഓരോ ദിവസവും ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് സമയം എങ്ങനെയാണോ പരിമിതമായിട്ട് വരുന്നത് അതനുസരിച്ച് നിങ്ങളും പഠിച്ചു തുടങ്ങുക. ബെസ്റ്റ് ഓഫ് ലക്ക്.